പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. കേരളം ഈ ദിവസങ്ങളിൽ നമുക്കറിയാം ഒരു യുദ്ധസമാനമായ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. അനേകരുടെ ഉള്ളിൽ അവര് എങ്ങനെ ഇതിനെ തരണം ചെയ്യും. ഇന്നലെ ഞങ്ങള് പല ക്യാമ്പുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾ അവിടെയെല്ലാം കടന്നുപോയപ്പോൾ ആൾക്കാരൊക്കെ ഇനിയും ഇത് കഴിഞ്ഞ് ഈ വെള്ളം ഇറങ്ങി തുടങ്ങി ഇനിയും അവരുടെ ക്യാമ്പുകളിൽ നിന്ന് അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലും. ആ ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ എങ്ങനെ നേരിടും എന്നുള്ള ഒരു ആകുലതയിൽ ജനം കടന്നു പോവുകയാണ്. എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യും, എങ്ങനെ ഇതിനെ തരണം ചെയ്യും. നമ്മുടെ ഒക്കെ ജീവിതത്തിലും നമ്മൾ ഇതുപോലെയുള്ള കൊടുങ്കാറ്റുകളും പ്രതിസന്ധികളും നമ്മൾ ഓരോരുത്തരും നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ നടന്ന വെള്ളപ്പൊക്കത്തിലും നമ്മുടെ അനേക സഹോദരങ്ങളും പലരും സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുക. നമ്മൾ ആരാധിക്കുന്ന സഭയിലും വെള്ളം കയറി. ഞാൻ ഇന്നലെ കടന്നുപോയപ്പം ഈ ക്യാമ്പിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്തും വെള്ളം കയറി. എന്നാൽ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാറ്റ് എൻ്റെ ജീവിതത്തിൽ അടിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നോട് വ്യക്തിപരമായി ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഞാനും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ കാറ്റ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്? വൈ ഐ ആം ഫേസിങ് ദിസ് സ്റ്റോം? ഞാൻ എന്തുകൊണ്ട് ഈ കാറ്റ് നേരിടുന്നു? ഇതിൻ്റെ അകത്ത് ഞാൻ നേരിടുമ്പോൾ അത് എന്താണ് ദൈവം എന്നിലൂടെ പ്രതീക്ഷിക്കുന്നത്? എന്താണ് കർത്താവ് ഈ സ്റ്റോമിലൂടെ എന്നെ പഠിപ്പിക്കും? ഐ ഗോ ത്രൂ ദിസ് സ്റ്റോം, വാട്ട് ഗോഡ് ഈസ് ടീച്ചിങ് മീ? എന്നെ കർത്താവ് എന്താണ് കർത്താവ് പഠിപ്പിക്കുന്നത്? ഇന്ന് അങ്ങനെ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു ദൈവവചന ഭാഗം പ്രാരംഭമായിട്ട് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദൈവവചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൊടുങ്കാറ്റുകളെ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരു കൊടുങ്കാറ്റാണ് യോനായെ. നമുക്കറിയാം, യോനായെ ദൈവം അയക്കുമ്പോൾ നോക്ക് നിനവേ പട്ടണത്തിലേക്ക് അയക്കുകയാണ്. ആ നിനവേ പട്ടണത്തിലേക്ക് അയക്കുമ്പോൾ താന് നിനവേ പട്ടണത്തിൽ നിന്ന് തർസോസിലേക്ക് താൻ വഴിമാറി ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് താൻ അകന്ന് പോകാനിടയായി. അങ്ങനെ അകന്ന് പോയപ്പോൾ താൻ തർസോസിലോട്ട് പോകുന്ന ഒരു കപ്പലിൽ കയറി. ആ കപ്പലിൽ വലിയൊരു കൊടുങ്കാറ്റ് താൻ നേരിടേണ്ടതായിട്ട് വന്നു. നമുക്ക് ആ സംഭവമൊക്കെ അറിയാം. ആ സംഭവം അധികം ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ തന്നെ ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി താൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച ആളാണ്. ദൈവത്തിന്റെ പ്രവാചകനാണ്. കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ആളാണ്. തനിക്കൊരു സംശയവും കർത്താവ് തന്നെയാണ് തന്നോട് സംസാരിച്ച്. എന്നാൽ ആ ശബ്ദം കേട്ടിട്ടും അതിന് എതിരായി പ്രവർത്തിച്ചു. താന് ഒരു കൊടുങ്കാറ്റിന്റെ അകത്തായി. ആ കൊടുങ്കാറ്റ് തന്നെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കൊണ്ടുവന്നെത്തിച്ചു. ആ സമുദ്രത്തിലെ ആഴത്തിൽ നിന്ന് ഒരു വലിയ മത്സ്യം അല്ലെങ്കിൽ ഒരു വലിയ തിമിംഗലം തന്നെ വിഴുങ്ങി താൻ എവിടെയാണോ എത്തേണ്ടത് ആ കരയ്ക്ക് കൊണ്ടുവന്നെത്തിച്ചു. അപ്പം ഈ സ്റ്റോം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റോം ഓഫ് കറക്ഷൻ, അല്ലെ? ആ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ തിരുത്തലുകളുടെ കൊടുങ്കാറ്റാണ്. തന്നെ തിരുത്തുകയാണ്. താൻ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് അകന്നു പോയപ്പോൾ തന്നെ യഥാസ്ഥാനപ്പെടുത്തി തന്നെ കറക്റ്റ്. ഞാനൊരു കാര്യം പറയാം. ദൈവം നമ്മളെ കുറിച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാനിൽ നിന്ന് എത്ര നമ്മൾ അകന്ന് ഓടിപ്പോയാലും ആ ട്രാക്കിൽ തിരിച്ചു കൊണ്ടുവന്ന് കർത്താവ് നമ്മളെ എത്തിക്കും. സോ കർത്താവ് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കർത്താവിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ദൈവമക്കളോട് പറയാം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കർത്താവാണോ അയച്ചെങ്കിൽ കർത്താവ് എല്ലാം കരുതിയിട്ടുണ്ട്. സോ ആ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ആ കൊടുങ്കാറ്റ് യോന നേരിട്ട ആ കൊടുങ്കാറ്റാണ്. അത് ദാറ്റ്സ് എ സ്റ്റോം ഓഫ് കറക്ഷൻ. തന്നെ തിരുത്തലുകളുടെ ഒരു കൊടുങ്കാറ്റായിരുന്നു. തന്നെ തിരുത്തുന്ന ഒരു കൊടുങ്കാറ്റായിരുന്നു. ദൈവപദ്ധതിയിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരുന്ന ഒരു കൊടുങ്കാറ്റാണ്. പുതിയ നിയമത്തിൽ നമ്മൾ 2 കാറ്റുകൾ കാണുകയാണ്. ഒന്നാമത്തെ കാറ്റ് നമ്മൾ കാണുന്നത് യേശു മലയിൽ കയറി അവിടെ കർത്താവ് ശുശ്രൂഷിച്ചു.
വൈകുന്നേരമായി ഏതാണ്ട് 5000 പുരുഷന്മാരോളം അവിടെ ഉണ്ടായിരുന്നു. ശേഷം സ്ത്രീകളും കുഞ്ഞുങ്ങളും അവിടെ കൂടിയിരുന്നു. എന്നാൽ അവർക്ക് ഭക്ഷിക്കാൻ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഭക്ഷിക്കാൻ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇവരെ പറഞ്ഞു വിടണം, അവരുടെ ഊരുകളിലോട്ട് അവർ തളർന്നു വീഴും, ഇപ്പം ഇവർ ഊരുകളിലോട്ട് പറഞ്ഞു വിടണം എന്ന് കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുപ്പീൻ. ഞാനൊരു കാര്യം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നിങ്ങളുടെ ഒരു വിഷയമായിട്ട് നിങ്ങളുടെ ലീഡറിന്റെ അടുത്തോട്ട് പോകരുത്. അവർ നിങ്ങളുടെ തലയിൽ തന്നെ അത് വെച്ച് തരും. നോക്ക്, കർത്താവിന്റെ അടുത്തോട്ട് അവരൊരു വിഷയവുമായിട്ട് പോകുവാണല്ലേ. പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കൊടുക്കുക, യു പ്രൊവൈഡ്. കാരണം അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട് കർത്താവ്? അവർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്, അവർക്ക് പദവി കൊടുത്തിട്ടുണ്ട്. പിന്നെ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കയ്യിൽ 200 കാശ് മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ട് ഇവർക്ക് കൊടുത്താൽ എന്ത് ആകും? ഇത്രയും 200 വാങ്ങിച്ചാൽ ഇത്രയും വലിയ പുരുഷാരത്തിന് ഒന്നും ആകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ കർത്താവ് അവരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞത്, സകല അധികാരങ്ങൾ നിങ്ങൾ കടന്നു പോകുമ്പം നിങ്ങൾ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ല. പിന്നെ ഇവിടുന്ന് അവരുടെ കാശിരിക്കുന്നു അല്ലെ, ഒന്നും എന്ത് ചെയ്യണ്ട, നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഐ ക്യാൻ പ്രൊവൈഡ് യു, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ എനിക്ക് സാധിക്കും. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉടനെ പറഞ്ഞു, ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഇവിടെയുണ്ട്. കർത്താവ് 5 അപ്പവും 2 മീനും കൈകളിൽ വാങ്ങിച്ചു, ആ സ്വർഗത്തിൽ പിതാവിന്റെ കയ്യിലേക്ക് ഉയർത്തി, ഞാൻ പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു. ഈ 12 ശിഷ്യന്മാർ, ഞാൻ ഇന്ന് രാവിലെ ചിന്തിക്കായിരുന്നു, ഈ 12 ശിഷ്യന്മാർ 5000 പുരുഷന്മാർക്ക് വിളമ്പിയത് 12 വെയിറ്റേഴ്സേ അവിടെ ഉള്ളായിരുന്നു അല്ലേ. നമ്മളൊരു ഹോട്ടലിൽ ചെന്നാൽ നമ്മൾ പറയും, അയ്യോ ഇവിടെ ഭയങ്കര സ്ലോ ആണ്, ഇവിടെ ആൾക്കാർ കുറവാണ്, ഇവിടെ സെർവ് ചെയ്യാൻ. പക്ഷേ നോക്ക്, 12 കർത്താവ് 12 ശിഷ്യന്മാരുടെ കയ്യിലോട്ടാണ് ഇത് കൊടുത്തത്. ആ 12 പേരും നിന്ന് എന്ത് ചെയ്യാണ്? 5000 പുരുഷന്മാർക്ക് മാത്രം, പിന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളും വേറെ ഉണ്ട്. ആ 5000 പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മാത്രം ഈ 12 പേര് നിന്ന് വിളമ്പുകയാണ് അല്ലേ. അവരെല്ലാവരും തിന്ന് തൃപ്തരായി കഴിഞ്ഞപ്പോൾ വാസ്തവത്തെ ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരമായി. ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെ വിശ്രമമാണ്, പിന്നെ റെസ്റ്റാണ്. അപ്പൊ ഒന്ന് കിടന്നുറങ്ങാമെന്നൊക്കെ ശിഷ്യന്മാര് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നോക്ക്, ആ ഭാഗമാണ്, ആ കാറ്റിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 45 മുതലുള്ള വാക്യങ്ങൾ വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കാം. താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിന്റെ ഇടയിൽ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരയ്ക്ക് ബത്സയിലേക്ക് നേരെ മുന്നോട്ടോടുവാൻ നിർബന്ധിച്ചു. അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിന്റെ നടുവിലും താൻ ഏകനായി കരയിലും ആയിരുന്നു. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതം എന്നവർ നിരൂപിച്ച് നിലവിളിച്ചു. എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുവീൻ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട. നോക്ക്, അവര് ശിഷ്യന്മാർ ഈ അപ്പം എല്ലാം വിളമ്പി കർത്താവ് അവരെ എന്ത് ചെയ്തു? പടകിൽ കയറ്റി അക്കരയ്ക്കായി. സോ ഇവര് ഫേസ് ചെയ്യുന്ന ഈ കാറ്റ്, they were in the perfect will of God. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം. കഴിഞ്ഞ ദിവസം ചില ആൾക്കാർ ചില സഹോദരങ്ങൾ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്? ആരോടൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിട്ടും നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയല്ലോ എന്നൊക്കെ ആൾക്കാർ ഞങ്ങളോട് ചോദിക്കത്തില്ലേ എന്ന് ചില സഹോദരങ്ങളെ. ഇവിടെ നോക്കിക്കേ, ദൈവം ഇൻ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് പോയത്. കർത്താവാണ് അവരെ അക്കരയ്ക്ക് അയച്ചത് അല്ലെ. അവരെ നിർബന്ധിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അവരെ നിർബന്ധിച്ച് കർത്താവ് എന്ത് ചെയ്തു? അവരെ അക്കരയ്ക്ക് അയച്ചു. അവര് ഒരു തണ്ട് വലിച്ച് കുഴഞ്ഞു. കാറ്റവർക്ക് പ്രതികൂലമായി. ബോട്ട് വാസ് ടോസിങ്. ഇങ്ങനെ പടക് ഓളം കൊണ്ട് മറിഞ്ഞുകൊണ്ടിരുന്നു. പ്രതികൂലമായ സമയത്ത് ആ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാറ്റ് അവർക്ക് പ്രതികൂലമായിരുന്നു. ദൈവർ ഇൻ ദ വില്ല, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അവർ പോയിട്ടും അവരുടെ ജീവിതത്തിൽ കാറ്റടിച്ചു. പ്രൈസ്. ഇന്ന് കേരളക്കര
ഈ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് പ്രൈസ് ആ വെള്ളമൊക്കെ താന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചലഞ്ച് ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. ഈ കാറ്റ് എന്നെ 3 കാര്യങ്ങൾ, ഇതിന് മുമ്പോട്ട് ഒത്തിരി കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം, പത്രോസ് വെള്ളത്തിന്റെ മേൽ നട, പക്ഷെ ആ കാര്യങ്ങളൊന്നുമല്ല എനിക്കിന്ന് പ്രധാനമായി നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞയച്ചിട്ട് കർത്താവ് മലമേൽ പ്രാർത്ഥിക്കാൻ പോയി. ജീസസ് ഈസ് പ്രേയിങ് ഫോർ യു. ഇന്ന് കൊടുങ്കാറ്റ് നേരിടുന്നവരോട് ഞാൻ വ്യക്തമായിട്ട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ദൂത് ഒന്ന്, ജീസസ് ഈസ് പ്രേയിങ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എബ്രായ ലേഖനം അതിന്റെ 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. നോക്ക്, അവൻ സദാ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? ഹി ഈസ് ഓൾവേസ് ഇന്റർസീഡിങ് ഫോർ മീ. ഹി ഈസ് ഓൾവേസ് പ്രേയിങ് ഫോർ മീ. ഇന്ന് നിങ്ങൾ ഒരു കൊടുങ്കാറ്റിലൂടെ കടന്നു പോവുകയാണോ? ഇന്ന് ഒരു വെള്ളപ്പൊക്കത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണോ? ഇനി വീട്ടിലോട്ട് ചെല്ലുമ്പോൾ എങ്ങനെ ഞാൻ ഇതിനെ തരണം ചെയ്യും എന്ന് ഓർത്ത് കടന്നു പോകുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പോടെ ഒരു കാര്യം പറയാം. പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സദാസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജാഗരിക്കുന്ന പ്രൈസ് ലോർഡ് ഒരു വ്യക്തിയുണ്ട്. ആൻഡ് ഹിസ് നെയിം ഈസ് ജീസസ്. നോക്ക്, ഞാൻ ഈ വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ കർത്താവിന്റെ പ്രാർത്ഥനയാണ്, ഇവനെ ബലത്തോടെ ഇതിന്റെ അകത്ത് നിർത്തണം, ഇവനെ ശക്തിയോടെ ഇതിന്റെ അകത്ത് നിർത്തണം. പ്രൈസ് ലോർഡ്. ആൻഡ് ഹി വിൽ പ്രൊവൈഡ് ഫോർ യു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് വേണ്ട സകലതും എന്റെ കർത്താവ് ഒരുക്കുക തന്നെ ചെയ്യും. ഇതൊരിക്കലും ദോഷത്തിനായിട്ടല്ല. ഈ പ്രതികൂലത്തിൽ നിങ്ങൾ തളർന്ന് വീഴരുത്. ഈ വിഷയത്തിന്റെ അകത്ത് നിങ്ങൾ തകർന്ന് പോകരുത്. എന്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അവൻ തണ്ട് വലിച്ചു കുഴഞ്ഞു അല്ലെ. ഒന്ന്, യേശു അവരെ പറഞ്ഞയച്ചിട്ട് ഹി വാസ് പ്രേയിങ്. ഒന്ന്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് വേണ്ടി ഉറക്കം തൂങ്ങാതെ ഉണർന്നിരുന്ന് സദാസമയം എനിക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു പിതാവുണ്ട്. രണ്ടാമതൊരു കാര്യം അവിടെ സംഭവിച്ചത്, പ്രൈസ്, ഹി കെയിം ടു ദം. അവരുടെ അടുത്തോട്ട് ഇറങ്ങി വരും. ഈ ദിവസങ്ങളിൽ പ്രൈസ് നിങ്ങൾ ചില എൻകൗണ്ടേഴ്സ് ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ ചില കൂട്ടിമുട്ടൽ ഉണ്ടാകും. ഈ ദിവസം നോക്ക്, ഇവിടെ നമ്മൾ രണ്ടാമത് വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ വെള്ളത്തിന്മേൽ നടന്ന് അവരുടെ അടുക്കലോട്ട് വന്നു. ജീസസ് ഇസ് കമ്മിങ് ഓൺ ടു യു. നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഇപ്പൊ എല്ലാം ശൂന്യമായിട്ടായിരിക്കും ഇരിക്കുന്നത്, ഇപ്പൊ എല്ലാം അലങ്കോലപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. ഹി ഈസ് ഗോയിങ് ടു പ്രൊവൈഡ് ഫോർ യു. ഞാൻ ആരോടോ പറയുകയാണ്, ഹി ഈസ് ഗോയിങ് ടു പ്രൊവൈഡ് ഫോർ യു. നിങ്ങൾ ലജ്ജിച്ചു പോകാൻ സമ്മതിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം പോലും ലജ്ജിക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നിലത്ത് വീഴാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. നിങ്ങൾ തീർന്നെന്ന് വിചാരിച്ചു അല്ലേ, തകർന്നെന്ന് വിചാരിച്ചു. പലരുടെയും ചോദ്യമാണ്, വൈ ദിസ് സ്റ്റോം? എന്തുകൊണ്ടാണ് ഈ കൊടുങ്കാറ്റ് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ സ്റ്റോം, ഈ കൊടുങ്കാറ്റ്? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നടിക്കുന്ന ഈ കൊടുങ്കാറ്റ് നിങ്ങളെ പെർഫെക്റ്റ് ചെയ്യാനുള്ള കാറ്റാണ്. ഈ കൊടുങ്കാറ്റ് നിങ്ങളെ ഒരു പെർഫെക്ഷനിലെത്തിക്കും. ഈ കൊടുങ്കാറ്റ് നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. ഇന്ന് നേരിടുന്ന ഈ വെള്ളപ്പൊക്കത്തിന്റെ അനുഭവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താനാണ്, ഒരിക്കലും നിങ്ങളുടെ തകർച്ചയ്ക്കായിട്ടല്ല. ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും നിങ്ങളുടെ തകർച്ചയ്ക്കായിട്ടല്ല, നിങ്ങളുടെ ഉയർച്ചയ്ക്കായിട്ടാണ് എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് വൈ ദിസ് സ്റ്റോം എന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നല്ലോ എന്ന് ചിലരൊക്കെ നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കും. ചിലരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തും ഞങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്തും വെള്ളം കയറി? ദിസ് വിൽ നോട്ട് വെറി us. ഇത് ഞങ്ങളെ ഒരിക്കലും ഭാരപ്പെടുത്തത്തില്ല. വി വിൽ ഗോ ഫോർവേഡ്. ഞങ്ങൾ പിന്നെയും മുമ്പോട്ട് പോകും. എന്തൊക്കെ വിഷയം വന്നാലും അതിനെ തരണം ചെയ്യും. മൂന്നാമതൊരു കാറ്റുണ്ട് ഷിന. ഈ കാറ്റ് യേശുവും ശിഷ്യന്മാരും കടന്നു പോകുന്ന പടകിൽ ഒരു കാറ്റടിച്ചു. ഈ 3 കൊടുങ്കാറ്റുകളാണ് ഈ ദൈവവചനത്തിൽ കാണുന്നത്. ആ കൊടുങ്കാറ്റ് അടിച്ചപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയാം, ഭയപ്പെടരുത്. ഡു നോട്ട് ഫിയർ. എന്തായി തീരുമെന്ന് ഭയപ്പെടരുത്. എന്തായി തീരുമെന്ന് നിങ്ങൾ വെറി ചെയ്യരുത്. ശിഷ്യന്മാർ അവിടെ ഭയപ്പെട്ടു. പത്രോസ് കടന്നുപോയി യേശുവിനെ ഉണർത്തുകയാണ്. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലേ എന്ന് ചോദിച്ച് യേശുവിനെ ഉണരുകയാണ്. അവിടെ കർത്താവ് ചോദിച്ച ഒരു ചോദ്യം, വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ അകത്ത് തന്നിരിക്കുന്ന വിശ്വാസം, ഇതിനെയെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു ബലം നിങ്ങളുടെ അകത്ത് കർത്താവ് തന്നിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ തകരാൻ എന്റെ
എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, നോക്ക്, ഇവര് നോക്ക്, അക്കരയ്ക്ക് കടന്നുപോയപ്പോൾ കാറ്റ് പ്രതികൂലമായി. കർത്താവ് വെള്ളത്തിന്മേൽ നടന്ന്, ഒന്ന് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, രണ്ട് കർത്താവ് വെള്ളത്തിന്മേൽ നടന്ന് അവരുടെ അടുത്തോട്ട് വന്നു. ഇതിന് മൂന്നാമതൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ യോഹന്നാൻ ഈ കാറ്റിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. 6:21 ഒന്ന് വായിച്ച ഷിന. അവർ അവനെ പടയിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക അവർ പോകുന്ന ദേശത്തേക്ക്. നോക്ക്, നിങ്ങളെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുന്നതാണ് കാറ്റ്. ഈ കൊടുങ്കാറ്റ് ഒരിക്കലും ദൈവമക്കളോട് പറയാം, നിങ്ങളുടെ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചത്. ഒന്ന്, പഴയ നിയമത്തിൽ അടിച്ച കാറ്റ് കറക്ഷന്റെ കാറ്റായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വീണ്ടും ജനിച്ച ദൈവമക്കളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കുന്ന കാറ്റുകൾ നിങ്ങളെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുന്ന കാറ്റാണ്. നിങ്ങളെ തകർക്കുന്ന കാറ്റല്ല, നിങ്ങളെ ഉടയ്ക്കുന്ന കാറ്റല്ല, നിങ്ങളെ വീഴിക്കുന്ന കാറ്റല്ല. നിങ്ങളെ കുറിച്ച് കർത്താവിന് ചില പ്ലാനുകളുണ്ട്. ആ എത്തേണ്ട സ്ഥാനത്ത് എത്തി. റോമൻസ് 8:28, റോമർക്ക് എഴുതിയ ലേഖനം 8:28, ദൈവം തന്നെ ഒന്ന് വായിക്കോ. 8:20, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നന്മപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപിക്കും. എന്റെ കുഞ്ഞെ, നന്മ സകലതും സകലതും, ഈ വെള്ളപ്പൊക്കവും ഈ കാറ്റും ഈ പ്രതിസന്ധി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിന് താഴോട്ട് എഴുതിയിരിക്കുകയാണ്, കർത്താവ് നമുക്ക് അനുകൂലം എങ്കിൽ പ്രതികൂലം ആരാണ്? When God is for you, who can be against us? ഒന്നിനും പ്രതികൂലമായിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ കടന്നുപോകുന്ന ഒരു വെല്ലുവിളിക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കത്തില്ല. ഗോഡ് ഹസ് ഗിവൺ യു ഫെയ്ത്ത്. നിങ്ങളുടെ അകത്ത് വിശ്വാസം കർത്താവ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ അകത്ത് ഒരു ഓവർകമർ ഇരിപ്പുണ്ട്. നിങ്ങളുടെ അകത്ത് മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിപ്പുണ്ട്. And Jesus is praying, sitting on the right side of the Father. He is praying for you. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളെ കരുതുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു പിതാവ് ഉണ്ട്. നോക്ക്, അവരുടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു, നടന്ന് അവന്റെ അടുത്ത് വന്നു, 2, 3 അവരെ പെർഫെക്റ്റ് ചെയ്തു. അവനെ കയറ്റിയപ്പോൾ തന്നെ എത്തേണ്ട സ്ഥാനത്ത് അവരെത്തി. ചിലരൊക്കെ ഡെസ്റ്റിനിയിൽ എത്താൻ പോവുകയാണ്. നിങ്ങളെ എന്തിനു വേണ്ടിയാണോ കർത്താവ് തെരഞ്ഞെടുത്തത്, എന്തിനു വേണ്ടി, യു ആർ ഓൺ ദാറ്റ് വേ, അതിലോട്ടുള്ള കുതിപ്പിലാണ് നിങ്ങൾ. ചില തടസ്സങ്ങളൊക്കെ യേശു തന്നെ പറഞ്ഞു, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. യു ആർ ഗോയിങ് ടു ഓവർകം ഇറ്റ്. ഇന്ന് പ്രതിസന്ധികൾ നേരിടുന്ന, പ്രതികൂലങ്ങൾ നേരിടുന്ന, കൊടുങ്കാറ്റുകൾ നേരിടുന്ന, വെള്ളപ്പൊക്ക ഭീഷണിയിലായിരിക്കുന്ന, മറ്റേ രോഗത്തിന്റെ കീഴിലായിരിക്കുന്ന, ഇന്ന് ചില വെല്ലുവിളികളുടെ മുമ്പിൽ നിൽക്കുന്ന ചിലരോട് ഞാൻ പറയാം, എത്തിക്കേണ്ട സ്ഥാനത്ത് നിങ്ങളെ എത്തിക്കും. നിങ്ങൾ ഡെസ്റ്റിനിയിലെത്തും. ആ കർത്താവ് അന്യ പടകിൽ കയറ്റിയപ്പോൾ തന്നെ അവരെത്തേണ്ട സ്ഥാനത്ത് എത്തിയതുപോലെ എത്തിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് അവരെ എത്തിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും, ഒന്ന് പറഞ്ഞ് സകലതും, ഒന്ന് വിളിച്ചൊന്ന് പറഞ്ഞ്, എന്റെ കൂടെ ഒന്ന് പറഞ്ഞ് സകലതും. നിങ്ങളുടെ ആ വിഷയത്തെ നോക്കി ഒന്ന് പറഞ്ഞ്, ആ വിഷയം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇതെനിക്ക് ഒരിക്കലും ദോഷത്തിനല്ല, എന്റെ തകർച്ചയ്ക്കല്ല, നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിന്റെ 8-ാം അധ്യായം അതിന്റെ 37 വായിക്കുമ്പോൾ വായിക്കുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വാഴ്ചകൾക്കോ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇപ്പോൾ നേരിടുന്ന ഒരു വിഷയത്തിലും, മരണത്തിന് പോലും, ഞാൻ ആരോടോ പറയാം, മരണത്തിന് പോലും കർത്താവുമായിട്ടുള്ള എന്റെ ബന്ധത്തെ മുറിക്കാൻ സാധിക്കത്തില്ല. ഐ ഹാവ് എവർലാസ്റ്റിംഗ് ലൈഫ് ഇൻസൈഡ് മീ. നിലനിൽക്കുന്ന നിത്യത എന്റെ ഉള്ളിലുണ്ട്. എന്നെ നിത്യതയ്ക്കായിട്ട് കർത്താവ് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നേരിടുന്ന വിഷയം ഒരിക്കലും ദോഷത്തിനായിട്ടല്ല, ഇപ്പോൾ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇതിന്റെ അകത്തൊരു നന്മയുണ്ട്. ഒന്ന്, ഹി ഈസ് പ്രേയിങ് ഫോർ യു.
രണ്ട്, ഹി വിൽ കം ടു യു ആൻഡ് ഹി വിൽ പെർഫെക്റ്റ് യു. മൂന്നാമത്, എന്റെ കർത്താവ് നിങ്ങളെ പെർഫെക്റ്റ് ചെയ്യും. ഒരു പെർഫെക്ഷനിൽ കർത്താവ് നിങ്ങളെ എത്തിക്കും. അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനിയിൽ കർത്താവ് നിങ്ങളെ എത്തേണ്ട സ്ഥാനത്ത് എന്താണോ കർത്താവ് നിങ്ങളെക്കുറിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ കൊണ്ടുപോയി എന്നെ എത്തിക്കുന്ന ചില കാറ്റുകൾ എന്നെ എത്തിക്കേണ്ട തീരത്ത് എത്തിക്കുന്നതാണ്. ചില പ്രതിസന്ധികൾ എത്തിക്കേണ്ട സ്ഥലത്ത് എന്നെ എത്തിക്കുന്നതാണ്. അത് ദൈവമക്കളെ സംബന്ധിച്ച ഒരിക്കലും അത് ദോഷത്തിനായിട്ടല്ല. സോ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സോ വി ആർ ഗോയിങ് ടു പ്രേ. ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ പ്രതിസന്ധിയൊക്കെ നേരിട്ടായിരിക്കും ഇരിക്കുന്നത്. എങ്ങനെ തരണം ചെയ്യുമെന്ന് വിചാരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഹീസ് കമ്മിങ്. അവൻ വരുന്നുണ്ട്. വെള്ളത്തിന്റെ മേൽ നടന്ന് അവരുടെ അടുത്ത് വന്നതുപോലെ എന്റെ കർത്താവ് വരുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലോട്ട് വരികയാണ്. നിങ്ങളുടെ ബിസിനസ് സ്ഥലത്തോട്ട് വരിക. ഞാൻ റാന്നിയിലൊക്കെ ഒത്തിരി സഹോദരങ്ങളുടെ ബിസിനസ്സൊക്കെ എല്ലാം മുഴുവൻ ഷാറ്റേർഡായി, തകർന്ന് ഉടഞ്ഞതുപോലെ, ഒരു ഗ്ലാസ് പൊട്ടി ഉടയുന്നത് പോലെ, ഒരിക്കലും ഇനി കൂട്ടിച്ചേർക്കാൻ മേലാത്തതുപോലെ ഉടഞ്ഞ് ഇരിക്കുന്ന ചില ബിസിനസ്സുകാര് ഒക്കെ ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. ഗോഡ് ഹാസ് ഓൾവേസ് എ ഹയർ വേ. നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ട്. ഹിസ് നെയിം ഇസ് ജീസസ്. നിങ്ങളെ വിളിച്ചതാണ്. ഒരിക്കലും കൈവിടത്തില്ല, ഒരിക്കലും തള്ളിക്കളയത്തില്ല. നിങ്ങളെ ചേർത്ത് പിടിക്കും. ഈ കൊടുങ്കാറ്റ് എത്തേണ്ട തീരത്ത് നിങ്ങളെ എത്തിക്കും. ആരോടോ ഞാൻ പറയുകയാണ്, ഈ കൊടുങ്കാറ്റ് ഫേസ് ഇന്ന് തളർന്ന് അതുപോലെ ഇരിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് തന്നെയാ സംസാരിക്കുന്നത്. ഈ കൊടുങ്കാറ്റ് എത്തേണ്ട തീരത്ത് നിങ്ങളെ എത്തിക്കും. ഒരിക്കലും താഴത്തില്ല, ഒരിക്കലും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ സമാധാന പ്രഭു, അവൻ നിത്യപിതാവ്. ഐ ഹാവ് എ ഫാദർ ഇൻ ഹെവൻ, ഐ ഹാവ് എ പ്രൊവൈഡർ. എനിക്ക് വേണ്ടി മാത്രം തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആൻഡ് ഹി വിൽ നെവർ പുട്ട് മീ ഡൗൺ. ഒരിക്കലും ഇങ്ങനെ താഴാൻ കർത്താവ് സമ്മതിക്കത്തില്ല. സോ ധൈര്യത്തോടെ ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തുക. ധൈര്യത്തോടെ ഈ കാറ്റൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഈ കാറ്റ് അനുഗ്രഹത്തിന്റെ കാറ്റാണ്. ഈ കാറ്റ് നന്മയുടെ കാറ്റാണ്. ഈ കാറ്റ് ചിലരുടെ ജീവിതത്തിൽ കറക്ഷൻ ആയിരിക്കാം. കറക്റ്റ് ചെയ്തോണം. എവിടെയൊക്കെയാണ് ജീവിതത്തിൽ മാറ്റം വരണ്ടേ. യോന പറഞ്ഞു, ഞാൻ കാരണമാണ് ഈ കാറ്റടിക്കുന്നത്. അവരെടുത്ത് കടലിലിട്ടു. പക്ഷെ എത്തിക്കേണ്ട തീരത്ത് എത്തിച്ചു. അല്ലെ, നിലമേ തന്നെ ഇനിയും യോന പറ്റത്തില്ല. യോനായെ കൊണ്ടല്ല, ഈ യോന പോയാൽ വേറെ വഴിക്ക് പോകും. അതുകൊണ്ട് വേറെ ഒരാളെ തെരഞ്ഞെടുത്ത് അയക്കാമെന്ന് കർത്താവ് തീരുമാനിച്ചില്ല. യോനായി തന്നെ അയച്ചു. നിങ്ങളെ തെരഞ്ഞെടുത്തെങ്കിൽ നിങ്ങളിലൂടെ തന്നെ കർത്താവ് ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ചില കാറ്റ് കറക്ഷന്റെ കാറ്റാണ്. ചില കാറ്റ് എത്തിക്കേണ്ട തീരത്ത് എത്തിക്കുന്ന കാറ്റാണ്. ചില കാറ്റ് വിശ്വാസം പുറത്തെടുക്കേണ്ട കാറ്റാണ്. വേർ ഇസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെയെന്ന കർത്താവ് ചോദിച്ച്. വിശ്വാസം പുറത്തെടുക്കേണ്ട കാറ്റാണ്. സോ ഡു നോട്ട് വറി. ധൈര്യത്തോടെ ദൈവമക്കളോട് പറയാം, തല ഉയർത്തിപ്പിടിച്ചാൽ നിന്നോണം, ധൈര്യത്തോടെ നിന്നോണം. ഗോഡ് ഇസ് ഇൻ കൺട്രോൾ. സോ ലെറ്റ് us pray. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്റെ കർത്താവിന്റെ കരം നീണ്ടുവരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ചില വീടുകൾക്ക് അകത്തോട്ട് വരികയാണ്. ചിലരെ തൊടുകയാണ്. ചില ജീവിത സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടി ഇരിക്കുന്ന ചിലരെ എന്റെ കർത്താവ് തൊടുകയാണ്. ലോർഡ് ഇസ് ടച്ചിങ് യു ഇൻ എ ഗ്രേറ്റർ വേ. നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം ഒരു വഴി നിങ്ങളുടെ ആരോടോ ഒരു പ്രവചനാത്മാവിൽ ഞാൻ പറയുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം ഒരു വഴി എന്റെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. അടുത്ത ദിവസത്തെ അരിക്ക് പോലും പൈസ കയ്യിലില്ലായിരിക്കാം. പക്ഷേ ഐ ബിലീവ് ഇൻ എ പ്രൊവൈഡർ. പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. തുറക്കുന്ന ഒരു സ്വർഗമുണ്ട്. തുറക്കുന്ന സ്വർഗത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടയ്ക്കുന്ന സ്വർഗത്തിലല്ല, തുറക്കുന്ന സ്വർഗത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സോ ലെറ്റ് us pray. യേശുവേ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരും. ഇന്നത്തെ ദിവസത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ കാത്തു പരിപാലിച്ച വലിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ കൂടെ ഇരിക്കണമേ. അവർ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും എന്റെ കർത്താവിന്റെ കരം കൂടെ ഇരിക്കണമേ. അത്ഭുതമാക്കണമേ. വഴികളും വാതിലുകളും അവരുടെ മുമ്പിൽ തുറക്കണമേ. ഹല്ലേലൂയ. കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷെ നിങ്ങളുടെ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇത് പോരാ എന്ന് തോന്നിയിട്ട് മോവാബ്യരെയും കൂടെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഇത് പോരാ എന്ന് തോന്നിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുമായിരിക്കും. ഇത് മതി, ഇത്ര മതി, ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന്. പക്ഷെ എന്റെ കർത്താവ് ഇത് പോരാ എന്ന് ചില കാര്യങ്ങൾ കൂടെ
നിങ്ങളുടെ ജീവിതത്തിൽ ആഡ് ചെയ്യാൻ പോവുക, കൂട്ടിച്ചേർക്കാൻ പോവുക എന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഹല്ലേലൂയ. കർത്താവിന്റെ കാര്യം കൂടെ ഇരിക്കട്ടെ. രോഗികൾ ഇന്ന് സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, ചില റിസൾട്ടുകളൊക്കെ അത്ഭുതമായി സാക്ഷ്യം പറയുന്നത് പോലെ അതായി തീരട്ടെ. ഞങ്ങൾ അത് വിശ്വാസത്താൽ കാണുന്ന കർത്താവേ, അത്ഭുതമാക്കിയിരിക്കാൻ സ്തോത്രം കർത്താവേ. സാക്ഷ്യം പറയാൻ കാരണമാകുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ചില അത്ഭുത വിടുതലുകൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, എല്ലാ സാത്താന്റെ പ്രവൃത്തികളും യേശുവിന്റെ അധികാരമുള്ള ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുന്നു. എന്റെ കർത്താവിന്റെ കരവിറങ്ങുന്നതിനായി സ്തോത്രം. ദൈവികമായ സമാധാനം വീടുകളിൽ ഇറങ്ങട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ, അത്ഭുതകരമായ വഴികൾ തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ റിസ്റ്റോറേഷൻ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അത് മുഴുവൻ 100 മടങ്ങായി നിന്റെ മക്കളുടെ ജീവിതത്തിലോട്ട് മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നതിനായി നന്ദി. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ഞാൻ എടപ്പോരാതെ വണ്ണം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവ് നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഐ ബ്ലെസ് ദം ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പകരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. So God bless you. God bless you. Have a wonderful day. Why I am in this storm? ഞാൻ എന്തുകൊണ്ടാണ് ഈ കാറ്റിൽ കടന്നു പോകുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ. I am going to reach the destiny. ഞാൻ എത്തേണ്ട തീരത്തെത്താൻ പോവുകയാണ്. And God is perfecting me. എന്നെ കർത്താവ് ഒരുക്കുകയാണ്. എന്നെ പോരിന് വേണ്ടി എന്നെ കർത്താവ് ഒരുക്കുകയാണ്. സോ നിങ്ങളുടെ തല ഒരിക്കലും താഴത്തില്ല. So God bless you. God bless you. Have a wonderful day and share the video also. Let it be a blessing for many people. God bless you. God bless you.